ഒരു അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ടണൽ കത്തീഡ്രലിൽ അയാൾ നേരത്തെ തന്നെ പണിതു വെച്ചിരുന്നു. അതിലൂടെയായിരുന്നു അയാളുടെ രക്ഷപ്പെടൽ. കൊളംബിയൻ അധികാരികൾക്ക് അതൊരു വലിയ ആഘാതമായിരുന്നു. ഗവൺമെന്റിന്റെ ഒത്തുകളിയാണ് ഇതിന് പിന്നിലെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. പാബ്ലോയെ പിടിക്കുക എന്നത് കൊളംബിയൻ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറി. കൊളംബിയൻ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത് സാധ്യമാകില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. വളരെയധികം പവർഫുള്ളായ ഒരു ടീമിനു മാത്രമേ പാബ്ലോയെ പിടികൂടുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ആ കോൾ DEAയിലെത്തുന്നത്. ശേഷം DEAയിലെ സ്റ്റീഫൻ മർഫിയും ടീമും കൊളംബിയയിലേക്കെത്തി. മർഫിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മിഷനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്ത് വില കൊടുത്തും പാബ്ലോ എസ്കോബാറിനെ ജീവനോടെയോ അല്ലാതെയോ കീഴ്പ്പെടുത്തുമെന്ന് അയാൾ സ്വയം ശപഥം ചെയ്തു. അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു കൊളംബിയൻ ഗവൺമെന്റ് അവിടെ നൽകിയത്. ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. കൊളംബിയൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ പൂർണ്ണ പിന്തുണ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ രാജ്യം പൂർണ്ണമായും പാബ്ലോയ്ക്കെതിരെ തിരിഞ്ഞു. ദിവസവും പല വീടുകളിലായി സെർച്ച് നടന്നുകൊണ്ടേയിരുന്നു. രാജ്യത്ത് നടക്കുന്ന കോളുകൾ അവർ നിരീക്ഷിക്കുവാൻ തുടങ്ങി.